മഴതോരും മുമ്പയുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിൽ നടക്കുന്ന നാടകങ്ങളെല്ലാം എന്താണെന്ന് പലപ്പോഴായിട്ട് ബബിത വൈജയോടും കൃഷ്ണമോളോടുമെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രനോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് ബബിതയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ബാലചന്ദ്രനോട് അവൾ ചോദിച്ചതുമില്ല. എന്നാൽ ബാലചന്ദ്രൻ എപ്പോഴും അലീനയോട് ഇത്രയ്ക്ക് കാര്യം എന്താണ് എന്ന് അലീന ബാലചന്ദ്രനോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രമാണ് അവൾ ബാലചന്ദ്രനോട് ചോദിക്കാതിരുന്നിട്ടേ ഉള്ളൂ. ഇവിടെ നടക്കുന്നതെല്ലാം വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് ബബിതയ്ക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം തൻ്റെ 3 അങ്കിളുമാരെയും ബാലചന്ദ്രൻ വിളിച്ചു വരുത്തിയതാണെന്നും ബബിതയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഇവരെല്ലാം ഇത്രയ്ക്ക് സ്വാതന്ത്ര്യവും അധികാരവും അലീനയ്ക്ക് നൽകുന്നതെന്ന സംശയം ബബിതയ്ക്ക് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ബബിതയുടെ സംശയങ്ങളെല്ലാം ദിനം പ്രതി ചെല്ലും തോറും കൂടിക്കൂടി വരികയായിരുന്നു. ബബിതയ്ക്ക് എത്ര ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നുമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ബബിതയ്ക്ക് തൻ്റെ അമ്മ ഒരിക്കൽ താൻ റൂമിൽ ചെല്ലുമ്പോൾ അമ്മ വായിച്ചുകൊണ്ടിരുന്ന ഒരു ഡയറി തന്നെ കണ്ടതും അമ്മ മറച്ചു വെച്ച ആ കാര്യം ബബിതയ്ക്ക് ഓർമ്മ വരുന്നത്. ബബിത അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ തന്നെയായി. അതിനുവേണ്ടി ബബിത തക്കം പാർത്ത് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈജ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ബബിത വൈജയുടെ റൂം സെർച്ച് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഇവിടെ നടക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് എല്ലാവരും തന്നിൽ നിന്നും മാത്രം മറച്ചു വയ്ക്കുന്നതെന്ന് ഇന്നെങ്കിലും താൻ കണ്ടുപിടിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ബബിത റൂമെല്ലാം അരിച്ചു പറക്കുന്നുണ്ട്. ബബിതയുടെ സംശയം സത്യമായി എന്ന നിലയ്ക്ക് തന്നെ ബബിതയ്ക്ക് അവിടെ പൂട്ടിയിട്ട നിലയിൽ വൈജയുടെ അലമാരിയുടെ അകത്ത് ഒരു അറ കാണുകയാണ്. അതിൽ തന്നെ ആയിരിക്കും താൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഡയറി എന്ന് ബബിതയ്ക്ക് ഉറപ്പുമാവുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ചാവി മാത്രം കാണുന്നില്ല. ബബിത എത്രയൊക്കെ തിരഞ്ഞിട്ടും അതിൻ്റെ ചാവി ബബിതയ്ക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ ബബിത അമലിനെ വിളിക്കുന്നുണ്ട്. അമലേ, എടാ, ഞാനൊരു കാര്യം ഇപ്പോൾ പറയാൻ പോവാണ്. അതെന്തിനാണ് ഏതിനാണെന്നൊന്നും നീ എന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാനൊന്നും നിൽക്കരുത്. അതെന്താടി അതങ്ങനെ? അതെനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട്. നിന്നോട് എന്തെങ്കിലും ഞാൻ എല്ലാ സത്യങ്ങളും പറയാം. പക്ഷേ ഇപ്പോൾ നീ എന്നോടൊന്നും ചോദിക്കരുത്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ ആലോചിക്കുന്നത്. എടാ, വേറൊന്നുമല്ല, ഞാനേ ഒരു ചാവി ഹോളിൻ്റെ പ്രിൻ്റ് കൊണ്ടുവരാം. എനിക്കതിന് ഒരു ചാവി ഉണ്ടാക്കി തന്നേ പറ്റൂ. എടീ, അതെങ്ങനെയാണ്? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഒരുപാട് ഉടായിപ്പ് ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ, അവരോട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് നീ എന്നെ ഇപ്പം തന്നെ ഒന്ന് വിളിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, എടി, നീ എന്നോട് പെർമിഷൻ എടുത്തിരുന്നു എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. എന്തെങ്കിലും ഗുലുമാല ഒപ്പിക്കാനാണോ നിനക്ക്? അതൊന്നും അല്ലടാ. പിന്നെ എടി, ക്യാഷ് എടുക്കാനാണെങ്കിൽ കുറച്ച് ഷെയർ എനിക്കും കൂടിയും തരണേ. എടാ, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ നീ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കിയേ. ഓ ശരി ശരി, ഞാൻ അവന്മാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അമൽ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബബിത പറയുന്നുണ്ട്, ഉടനെ തന്നെ എനിക്കതിൻ്റെ റിപ്ലൈ നീ തന്നേ പറ്റൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ബബിത പറഞ്ഞതുപോലെ തന്നെ 1 മണിക്കൂറിനകത്ത് തന്നെ അമലിൻ്റെ കോള് തിരിച്ചു വരുന്നുണ്ട്. അമൽ അപ്പോൾ ബബിതയോട് പറയുന്നുണ്ട്, എടി, നീ പറഞ്ഞ കാര്യം നടത്തിയെടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ പ്രിൻ്റ് നീ ഇപ്പോൾ കൊണ്ടു തന്നാലും നാളെയോ മറ്റന്നാളെ ചാവി കിട്ടുള്ളൂ. എടാ, പ്രിൻ്റൊക്കെ നിനക്ക് ഞാൻ ഇന്ന് തന്നെ എത്തിച്ചു തരാം. പക്ഷേ എനിക്ക് ചാവി മറ്റന്നാൾക്കൊന്നും പറ്റില്ല അമലേ. എനിക്ക് നാളെ തന്നെ കിട്ടണം. അത്രയും അർജൻറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നീ എന്നോട് ഇങ്ങോട്ട് ഒന്നും ചോദിക്കേണ്ട. എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും, പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അമൽ തിരിച്ച് അവളോടൊന്നും തന്നെ ചോദിക്കുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാവുകയാണ് ബബിത. പ്രിൻ്റെല്ലാം എടുത്ത് അമലിനെ എത്തിച്ചു കൊടുക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ കയറി വരുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എങ്കടാ ഈ നേരത്ത്? കോളേജ് വിട്ട് വന്നതല്ലേ ഉള്ളൂ. അതച്ഛാ, എനിക്കൊരു നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് നാളത്തെ ബാലൻസ് കിടക്കല്ലേ നോട്ട്സ് എല്ലാം.
അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിക്കാൻ പോവുകയാണ് അച്ഛാ. അപ്പോൾ അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളായല്ലോ അവൾ ക്ലാസ്സിലെല്ലാം പോയിട്ട്. അപ്പോൾ എന്നാൽ പോയിട്ട് വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ വിടുന്നുണ്ട്. ഉടനെ തന്നെ ബബിത അമലിനെ കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞ തീരുമാനമനുസരിച്ച് ബബിത കീയുടെ പ്രിൻ്റ് എടുത്ത് അമലിന് നൽകുന്നുണ്ട്. ഉടനെ തന്നെ തിരിച്ച് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അമലും പോവുകയാണ്. എല്ലാം പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ പിറ്റേ ദിവസം ബബിത കോളേജിലേക്ക് പോകുന്നുണ്ട്. കോളേജിൽ വെച്ച് തന്നെ അമൽ തയ്യാറാക്കിയ കീയും അവളെ ഏൽപ്പിക്കുന്നുണ്ട്. അവളുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമാവുകയാണ്. ഇത്രയും നാളും അവരെന്തൊക്കെയോ തന്നിൽ നിന്നും മറച്ചു വെച്ചത് താനായിട്ട് കണ്ടുപിടിക്കുന്നു എന്ന സന്തോഷത്തിലാണ് ബബിത. കോളേജ് വിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പതിവ് പോലെ തന്നെ കൃഷ്ണമോളും മുത്തശ്ശിയും ബബിതയും മാത്രമേ വീട്ടിലുള്ളൂ. അച്ഛനും അമ്മയും ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. വൈജയും ഇപ്പോൾ വളരെ സമാധാനത്തോടു കൂടിയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈജയിൽ വരുന്ന ഇനിയുള്ള മാറ്റം പോലെ ആയിരിക്കും തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന്. അത് അലീനയെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ആണെങ്കിൽ പോലും എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് സന്തോഷമില്ലെങ്കിലും ബാലചന്ദ്രൻ പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വൈജയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്താണല്ലോ ബബിത ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവരെല്ലാവരും ഇല്ലാത്ത സമയത്ത് തന്നെ അവൾ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇന്ന് നേരത്തെയാണോ? അതെന്താടി, കോളേജ് വിട്ടാൽ പിന്നെ ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കണം എന്നുണ്ടോ? എനിക്ക് ഇന്ന സമയത്ത് മാത്രമേ ഇവിടെ കയറാൻ പാടുള്ളൂ എന്നുണ്ടോ? അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. വരുന്നതിനേക്കാളും മുന്നേ സമയത്ത് എത്തിയത് കൊണ്ട് മാത്രം. ഇനി അതുമ്മ പിടിച്ച് കയറി തല്ലുണ്ടാക്കാൻ നിൽക്കണ്ട. എനിക്കതിന് താല്പര്യവും ഇല്ല. നീ എനിക്കൊരു ചായ ഒന്ന് ഉണ്ടാക്കി തരാമോ? പിന്നെ എനിക്കിപ്പോൾ വേറെ പണിയില്ലല്ലോ, വേണമെങ്കിട്ട് കുടിച്ചാൽ മതി. ഞാനേ അലീന ചേച്ചിയല്ലാന്ന് നീ വിചാരിച്ചോട്ടാ. പറയുമ്പോഴത്തേനും കൽപ്പിക്കുമ്പോഴത്തേനും മുന്നിലേക്ക് ചായ എത്തിക്കാൻ. ഒന്ന് പോയി പണിയുണ്ടോ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അകത്ത് റൂമിൽ കയറി വാതിലടക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ ഡോറ് അടഞ്ഞതിന് ശേഷം തന്നെ ബബിത വേഗം ചെന്ന് കയറുന്നത് വൈജയുടെ റൂമിലേക്ക് തന്നെയാണ്. കയ്യിൽ കിട്ടിയ ചാവി അതിന് സ്യൂട്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ബബിത വൈജയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അവൾ നേരെ ലക്ഷ്യമാക്കി ആ അലമാരിയുടെ ഫ്രണ്ടിലെത്തുകയാണ്. അലമാരി തുറക്കുന്ന സമയത്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് താൻ ഉദ്ദേശിച്ച സെൽഫ് തുറന്നു കിട്ടണേ എന്ന്. ബബിത ഉടനെ തന്നെ ആ സെൽഫ് തുറക്കാനുള്ള ശ്രമത്തിലാണ്. ബബിത പ്രതീക്ഷിച്ചതുപോലെ അത്ര സിമ്പിളായിട്ടൊന്നും അത് തുറന്നു കിട്ടിയില്ല. പക്ഷേ ബബിതയുടെ ഒരുപാട് സമയത്തെ പ്രയത്നത്തിന് ശേഷം ഡോറ് തുറന്നു കിട്ടുന്നുണ്ട്. ദൈവമേ, ഇത്രയൊക്കെ പാടുപെട്ടിട്ട് ആ ഡയറി ഇതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ സെൽഫും ബബിത തുറക്കുന്നുണ്ട്. ബബിതയുടെ പ്രാർത്ഥനയുടെ ഫലം എന്നോണം മുകളിൽ തന്നെ ആ ഡയറിയാണ് ബബിതയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അവൾ അതീവ സന്തോഷത്തോടു കൂടി ആ ഡയറി തൻ്റെ കൈക്കലാക്കി. അലമാരിയെല്ലാം പഴയതുപോലെ തൻ്റെ കയ്യിലുള്ള ചാവി ഉപയോഗിച്ച് തന്നെ പൂട്ടി. അമ്മ കടന്നു വരുന്നതിന് മുമ്പ് അമ്മയുടെ റൂം വിട്ട് അവൾ തൻ്റെ റൂമിലേക്ക് എത്തിച്ചേർന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൻ്റെ കോളേജിലെ ബാഗെല്ലാം ഒതുക്കി വെച്ച് താൻ ആ ഡയറി തുറന്നു. ഒരുപാട് വട്ടം വായിച്ചു നോക്കി, പക്ഷേ ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബബിതയ്ക്ക് തോന്നിയത് ബാക്കിൽ നിന്നും ഒന്ന് നോക്കാം, ഇനി അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ എന്ന്. ബബിത വളരെ സമാധാനത്തോടു കൂടി ഓരോ താളുകൾ മറിച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നതായി ബബിതയുടെ കണ്ണിൽ പെട്ടത്. താൻ 23 വർഷമായി താൻ ചതിക്കപ്പെടുകയായിരുന്നു. തന്നെ സൃഷ്ടിച്ച തൻ്റെ അച്ഛൻ, ഇത്രയും കാലം ഒരേ ഒരു സഹോദരി എന്ന് സ്നേഹം നടിച്ചുകൊണ്ട് കൂടെ കൊണ്ടു നടന്ന 3 സഹോദരങ്ങൾ എല്ലാവരും തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മാത്രമായിരുന്നു അതിലെ വാചകം. അത് വായിച്ചിട്ട് ബബിതയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ബബിത ഉള്ളുകൊണ്ട് പറഞ്ഞു, ഇതെന്തത്, അമ്മയ്ക്ക് സാഹിത്യവും പരിചയമുണ്ടോ? ഇതിപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം
എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബബിത 2-3 താളുകൾ മറിക്കവേ വീണ്ടും അതേപോലെ ഒരു വാചകം കണ്ട് ബബിതയുടെ കണ്ണുകൾ നിറഞ്ഞു. തല കറങ്ങുന്നത് പോലെ ബബിതയ്ക്ക് തോന്നി. തൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റിയതാണോ? അമ്മ എന്തൊക്കെയാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ബബിത ഒരു നിമിഷം ചിന്തിച്ചു. വാചകം ഇങ്ങനെയായിരുന്നു: മകളെ, മാപ്പ്. നീ ആരെന്ന് ഈ കണ്ട കാലം അത്രയും എന്നിൽ നിന്നും എല്ലാവരും മറച്ചു വെച്ചു. ബബിതയ്ക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി. അമ്മ എന്തൊക്കെയാണ് ഈ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അമ്മ ആരോടാണ് ഈ മാപ്പ് ചോദിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ബബിത വീണ്ടും 2-3 ഏടുകൾ മറിക്കവേ വീണ്ടും കണ്ടു. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണമായിരുന്നു അതിലെ കുറിപ്പുകൾ. അതിങ്ങനെയായിരുന്നു: നീ എനിക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച എൻ്റെ മകളാണ്. എന്നെ എല്ലാവരും കൂടി ചതിച്ചതാണ്. നീ എൻ്റെ മകളാണെന്ന ഒരു വാക്ക് നിനക്കെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ അലീനെ? ഈ ഒരു വാചകം കേട്ടതും ബബിതയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി. ബബിത തൻ്റെ കയ്യിലിരുന്ന ഡയറി എങ്ങോട്ടെന്നില്ലാതെ വലിച്ചെറിഞ്ഞു. ബബിത സ്വയം ഒന്ന് അലറി നോക്കി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെന്ന് മനസ്സിലായി. ബബിതയ്ക്ക് ആ സമയം തൻ്റെ അമ്മയെയോ അലീനയെയോ കയ്യിൽ കിട്ടിയാൽ നശിപ്പിച്ച് കളയാനുള്ള അത്രയും വെറുപ്പ് തൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ബബിത ഒരു നിമിഷം ചിന്തിച്ചു. വെറുതെയല്ല പലപ്പോഴായി എല്ലാവരും എന്നോട് പറഞ്ഞത്, നീ അമ്മയ്ക്ക് പഠിക്കുകയാണോ, നീ അമ്മയോളം തരം താഴുകയാണോ എന്ന്. എത്രയോ വട്ടം മനുവേട്ടൻ പോലും ചോദിച്ചു, നിൻ്റെ മനസ്സിലും നിൻ്റെ ശരീരത്തിലും ഓടുന്നത് നിൻ്റെ അമ്മയുടെ രക്തം മാത്രമാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന്. അറിഞ്ഞിരുന്നില്ല ഞാൻ അമ്മയുടെ കയ്യിൽ നിന്നും ഇത്രയും വലിയ ചതി ഞങ്ങളോട് കാണിച്ചത്. കൊള്ളാം, ഒരു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു കണ്ണിറയെ കാണാനായി. എന്നിട്ട് ഞങ്ങളെല്ലാവരെയും അവളിൽ നിന്നും വെറുപ്പിച്ച് അവളോട് വെറുപ്പ് നടിച്ചുകൊണ്ട് അമ്മ കൂടെ കൂട്ടി. പിന്നെ എന്താണ് ഈ 23 വർഷത്തെ ഒരു കണക്ക്? ബബിതയ്ക്ക് എന്തൊക്കെ ചിന്തിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഇതെല്ലാം അറിയാമായിരുന്നു? അച്ഛൻ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയോ? അമ്മയുടെ പഴയ കാമുകനിലുണ്ടായ ഒരു മകളല്ലേ അപ്പോൾ അലീന? ആ മകളെ അംഗീകരിക്കാൻ എങ്ങനെയാണ് അച്ഛന് മനസ്സ് വന്നത്? എന്തായാലും അവൾ അച്ഛൻ്റെ മകളല്ല. അതുകൊണ്ടാണല്ലോ അമ്മയുടെ സഹോദരന്മാർ അവളെ മാറ്റി നിർത്തിയെന്നും അവളെ ചതിച്ചതാണെന്നൊക്കെ അമ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ബബിതയോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. അച്ഛനോടൊന്ന് ചോദിക്കണം, എനിക്കിതറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡയറിയുമായി അവൾ അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു. ബാലചന്ദ്രൻ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബബിത വളരെ അലർച്ചയോടുകൂടി കൃഷ്ണമോളെ വിളിച്ചു. കൃഷ്ണമോളെ, നീ എവിടെയാടി? ചേച്ചി എന്തിനാ കിടന്ന് അലറി വിളിക്കുന്നത്? ചേച്ചിക്ക് എന്താ, സമാധാനത്തിനൊന്ന് സംസാരിച്ചൂടെ? ഞാനല്ലേ ഇപ്പുറത്തിരിക്കുന്നത്. ചേച്ചിക്ക് എന്താ കണ്ണും കാണാൻ വയ്യാൻ? എടി, നിനക്കെല്ലാം അറിയാം അല്ലേ? എനിക്ക് എന്തെല്ലാം അറിയാമെന്ന്? ചേച്ചിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കാര്യം പോലെ ചോദിക്കുക, അല്ലാതെ ഇങ്ങനെ വളച്ച് കെട്ടി ചോദിച്ചാലൊന്നും എനിക്കൊന്നും മനസ്സിലാവത്തില്ല. എടി, അലീന നമ്മുടെ ആരാണെന്ന് അച്ഛൻ പലപ്പോഴായിട്ട് ചേച്ചിയോട് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. ഇനിയിപ്പോൾ ഞാനും കൂടി പറഞ്ഞാലേ ചേച്ചിക്ക് അത് മനസ്സിലാവൂ? എങ്കിൽ നല്ലോണം കേട്ടോളൂ. ഇനി ചോദിച്ച് വരാൻ നിൽക്കണ്ട. അലീന നമ്മുടെ ചേച്ചിയാണ്. അതായത് നമ്മൾ 4 ആളിൽ വെച്ചിട്ട് ഏറ്റവും മൂത്ത നമ്മുടെ ചേച്ചിയാണ് അലീന. നിനക്ക് ആരാടി ഇത് പറഞ്ഞു തന്നത്? എന്നോട് അച്ഛൻ പറഞ്ഞു തന്നു. ഇതെന്നോട് മാത്രമല്ലല്ലോ, നിങ്ങളോടെല്ലാവരോടും അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എടി, നീ വല്ലാതെ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയ്. നീ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞതെന്ന്? കൃഷ്ണമോൾക്ക് ബബിത ഇതെല്ലാം അറിഞ്ഞു എന്ന് ആ സമയത്താണ് മനസ്സിലാവുന്നത്. കൃഷ്ണമോൾ സ്വരം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു, ചേച്ചി എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്? എടി, എനിക്കും മനസ്സിലാവും കാര്യങ്ങളെല്ലാം, അല്ലാതെ ഞാനൊരു പൊട്ടിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഈ ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് ഇതെല്ലാം അറിഞ്ഞതെന്ന്. ചേച്ചി, ഞാൻ അതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ അവിടേക്ക് കടന്നു വരികയാണ്. ബാലചന്ദ്രനെ കണ്ടതും
ബബിതയ്ക്ക് ദേഷ്യം വന്നോണം ബബിത ബാലചന്ദ്രന് നേരെ കുതിച്ചു ചാടി. അവളെ കയ്യിലിരുന്ന ഡയറി ബാലചന്ദ്രൻ്റെ നേർക്കു നീട്ടി. ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നതെല്ലാം സത്യമാണോ അച്ഛാ? അച്ഛൻ്റെ നാവിൽ നിന്ന് തന്നെ എനിക്കതറിയണം. ഈ വീട്ടിൽ ഞാൻ മാത്രം അറിയാത്ത ഒരു രഹസ്യം നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിന് പിന്നാലെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ. ഈ ഡയറിയിൽ നിന്നും എനിക്കെല്ലാ മറുപടിയും കിട്ടി. അച്ഛൻ കണ്ടില്ലായിരുന്നോ? ഓ, അച്ഛൻ എന്തിനിതൊക്കെ കാണണം അല്ലേ? അച്ഛനെ അറിയാത്തതായിട്ട് ഈ വീട്ടിൽ എന്താ ഇപ്പം നടക്കുന്നത്? അച്ഛന് എല്ലാം അറിയാം. അച്ഛനൊന്നും അറിയില്ലെന്ന് നടിക്കുകയാണോ? അതോ അമ്മയും അച്ഛനും നടിക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബബിതയുടെ വാക്കുകൾ കേട്ട് ബാലചന്ദ്രന് തെല്ലും അതിശയം തോന്നിയിരുന്നില്ല. കാരണം ബബിതയറിഞ്ഞാൽ ഇതൊരു യുദ്ധക്കളം പോലെ ആക്കി മാറ്റുമെന്ന് ബാലചന്ദ്രന് ഉറപ്പായിരുന്നു. ആ യുദ്ധം താൽക്കാലികമായി ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കാലം ബബിതയിൽ നിന്നും തന്നെ ബാലചന്ദ്രനെല്ലാം മറച്ചു വെച്ചത്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് മനസ്സിലാക്കി ബബിത വീണ്ടും ചോദിച്ചു. അച്ഛാ, അച്ഛനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഇതിനെല്ലാം അർത്ഥം? അമ്മയുടെ ആരാണ് അലീന? ബാലചന്ദ്രന് ബബിതയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന വണ്ണം ബാലചന്ദ്രൻ മുകളിലേക്ക് കയറിപ്പോയി. പിന്നാലെ തന്നെ ബബിതയും. ബബിതയുടെ ആ സ്പീഡിലുള്ള പോക്കും ദേഷ്യവും കണ്ട് കൃഷ്ണമോൾക്ക് വല്ലാത്ത ഭയം തോന്നി. ബബിതയുടെ പിന്നാലെ കൃഷ്ണമോളും നടന്നു ചെന്നു. ബാലചന്ദ്രൻ്റെ റൂമിൻ്റെ അകത്ത് കയറിയ ബബിത അലറിക്കൊണ്ട് ചോദിച്ചു. അച്ഛാ, എനിക്കറിയാനുള്ള അവകാശമില്ലേ? എന്നോട് മാത്രം എന്തിനാണ് ഈ ഒരു അവഗണന? ഇതെങ്കിലും എന്നോടൊന്ന് പറഞ്ഞൂടെ? ആരാണ് അലീന ഈ വീട്ടിലേതെന്ന്? ബാലചന്ദ്രൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ബബിതയോട് ചോദിച്ചു. ഈ ഡയറി വായിച്ചിട്ട് നിനക്ക് എന്തൊക്കെയോ മനസ്സിലായില്ലേ? അതൊക്കെ സത്യം തന്നെയാണ്. നീ മനസ്സിലാക്കിയത് തന്നെയാണ് സത്യം. നീ വെറുപ്പോടുകൂടി മാത്രം നോക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അതേ അലീന നിൻ്റെയും കൂടി രക്തം തന്നെയാണെന്ന്. ആ സത്യം തന്നെയാണ് നീ ഇപ്പോൾ ഈ വായിച്ച ഡയറിയിലുമുള്ളത് അല്ലേ? അതെ. ഇനി ഞാൻ പറഞ്ഞാലേ നിനക്ക് വിശ്വാസമാവൂ എന്നുണ്ടെങ്കിൽ അതെ. അലീന വൈജയുടെ മകളാണ്, മൂത്ത മകൾ. നിന്നേക്കാളുമൊക്കെ മുൻപ് വൈജയിൽ പിറന്ന മകൾ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ നിനക്ക്? ബബിതയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ ബാലചന്ദ്രൻ്റെ റൂമിലെ ടേബിളിൽ ഇരുന്ന ആ ടേബിൾ ലാമ്പ് അവൾ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്തൊക്കെയാണ് അച്ഛാ ഈ കേൾക്കുന്നത്? എവിടെ നിന്നും വന്നവൾ? ഒരിക്കൽ പറഞ്ഞു അച്ഛൻ്റെ മകളാണെന്ന്, പിന്നെ പറഞ്ഞു ഈ വീട്ടിലെ എല്ലാം അവളാണെന്ന്. ഇപ്പം പറയുന്നു ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും മൂത്ത മകൾ അവളാണ്, അവൾ ഞങ്ങൾക്ക് സഹോദരിയാണെന്ന്. ബബിതയിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന ബാലചന്ദ്രന് അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ബബിതയുടെ ആ പ്രവൃത്തി കണ്ട് കൃഷ്ണമോള് ഇപ്പോഴും ആ ഞെട്ടലിൽ തന്നെ നിൽക്കുകയായിരുന്നു. കൃഷ്ണമോള് പെട്ടെന്ന് ആ ഞെട്ടലിൽ നിന്ന് ഉണർന്നുകൊണ്ട് ആ ടേബിൾ ലാമ്പിൻ്റെ കഷ്ണങ്ങൾ പറക്കിയെടുക്കാനായി കൊമ്പിട്ടു. ബാലചന്ദ്രൻ വേണ്ടെന്ന് അവളോട് കൈകൊണ്ട് കാണിച്ചു. ബാലചന്ദ്രന് ബബിതയിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം തന്നെയായിരിക്കും ഈ കഥയറിയുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ഉറപ്പായതുകൊണ്ട് ബാലചന്ദ്രൻ അവൾക്ക് നേരെ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ നിന്നില്ല. ബാലചന്ദ്രൻ സ്വയം ഒഴിഞ്ഞു മാറി. ബാലചന്ദ്രൻ ബബിതയുടെ അടുത്തേക്കായി നീങ്ങി നിന്നു. ബബിതയോട് ചോദിച്ചു. എന്നിൽ നിന്നും നിനക്കെന്താണ് ഇനി അറിയേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇനി നീ കൂടെ അറിയാനുള്ളൂ എല്ലാം. വേണ്ട, എനിക്കിനി അച്ഛൻ്റെ നാവിൽ നിന്ന് ഇതൊന്നും അറിയണ്ട. ഇങ്ങോട്ട് വരട്ടെ. എന്നെയും ഈ വീട്ടിലുള്ളവരെയും എല്ലാം ഒരേപോലെ ചതിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്ന ഒരാളില്ലേ ഇവിടെ? അയാൾ വരട്ടെ. എനിക്ക് അയാളിൽ നിന്നും അറിഞ്ഞാൽ മതി. നീ ആരെയാണ് ഈ പറയുന്നത്? ആരെയാണെന്ന് അച്ഛന് മനസ്സിലായില്ലേ? അച്ഛൻ്റെ ഭാര്യയെ തന്നെ. അച്ഛൻ്റെ ഭാര്യയോ? അത് നിൻ്റെ അമ്മയല്ലേ? ഇല്ല അച്ഛാ, ഇനി ഞാൻ ആ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കില്ല. ബബിതേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛന് നാണമില്ല അച്ഛാ? അമ്മയുടെ ഭാഗത്ത് നിന്നും ഇത്രയ്ക്ക് വലിയൊരു ചതി ഉണ്ടായി എന്നറിഞ്ഞിട്ട് പോലും അച്ഛൻ എങ്ങനെയാണ് ഇതെല്ലാം സഹിക്കാൻ കഴിയുന്നത്? അച്ഛൻ്റെ ഭാര്യ കൊള്ളാം, എന്നിട്ട് എന്നെയും കൂടി ആ പദവി തലയിലെടുത്ത് വെക്കാൻ ശ്രമിക്കുന്നു അച്ഛൻ.
ബബിതേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക്? ബാലചന്ദ്രൻ്റെ ആ ചോദ്യം കേട്ട് ബബിത പറഞ്ഞു. നല്ല ബോധത്തോടു കൂടി തന്നെയാണ് അച്ഛാ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത്. അതിനുള്ള പക്വത എനിക്കില്ലെന്നാണോ അച്ഛന് തോന്നുന്നത്? ഉണ്ട്, നിനക്ക് പക്വതയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അമ്മ നടന്ന അതേ പാതയിലൂടെ നീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബബിതയ്ക്കൊരു നിമിഷം അവളുടെ നാവ് പിടിച്ചു കെട്ടിയ പോലെ തോന്നി. അവൾ തിരിച്ചൊന്നും പറയാതെ കുറച്ച് സമയം മൗനമായി തന്നെ നിന്നു. ഇതേ സമയത്ത് വൈജ വീടിനുള്ളിലേക്ക് കടന്നു വരികയായിരുന്നു. വൈജയുടെ കാറ് താഴെ വന്ന ശബ്ദം കേട്ട് ബബിത താഴേക്ക് ഓടിയിറങ്ങി. ബബിതയുടെ പിന്നാലെ തന്നെ ബാലചന്ദ്രനും കൃഷ്ണമോളും. വൈജ ആ വീടിൻ്റെ വാതിൽ കടന്നു വന്നതും തൻ്റെ മുമ്പിലേക്കായി ആ ഡയറി ബബിത എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് ബബിത ചോദിച്ചു, എന്താണ് ഇതിലെ സത്യങ്ങളെല്ലാം? എനിക്കും കൂടിയല്ലേ ഇനി ഇതെല്ലാം അറിയാനുള്ളൂ. എന്നോടും കൂടി ഒന്ന് പറഞ്ഞ് വിശദീകരിച്ച് തരാമോ ഇതിനുള്ളിലെ ആ വലിയ സത്യത്തെക്കുറിച്ച്? ബബിതയുടെ ആ ചോദ്യം കേട്ട് വൈജ ഒന്ന് ഞെട്ടി. കാരണം രോഹിത്തോ കൃഷ്ണമോളോ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നോട് അവരൊരു വാക്കുകൊണ്ട് പോലും ഒരു നോവിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നും തന്നെ കുത്തി ചോദിക്കുകയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബബിത അവൾ വല്ലാത്തൊരു ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഈ ഡയറിയും അവൾ കണ്ടെത്തിയിരിക്കുന്നു. അവൾക്കപ്പോൾ നേരത്തെ കൂട്ടി സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു എന്നെല്ലാം വൈജയ്ക്ക് മനസ്സിലാവുകയാണ്. വൈജ ബബിതയുടെ അടുത്തേക്കായി ചെന്ന് നിന്നുകൊണ്ട് ബബിതയുടെ തോളിൽ കൈവച്ചു. ബബിത അല്പം പോലും ദയ കാണിക്കാതെ വൈജയുടെ കൈകൾ തട്ടി മാറ്റി. വൈജയോടായി ബബിത പറഞ്ഞു, തൊട്ടുപോകരുത് നിങ്ങളെന്നെ. നിങ്ങളും ഞാനും തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല. നിങ്ങൾ ആ ഡയറിയിൽ എഴുതി വെച്ച പോലെ തന്നെ 23 വർഷങ്ങളായി ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ? ഞങ്ങൾ ജനിച്ച ആ സമയം മുതൽ, നിങ്ങൾ ഞങ്ങളുടെ അച്ഛനെ വിവാഹം കഴിച്ച ആ സമയം മുതൽ നിങ്ങൾ ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്കിങ്ങനെ ഒരു തെറ്റ് സംഭവിച്ച കാര്യം? ബബിതയിലെ ആ ചോദ്യങ്ങളെല്ലാം കേട്ട് സ്വയം ഒരമ്പ് തറയ്ക്കുന്ന വേദനയോടെ വൈജ അവിടെ നിന്നു. വൈജയോടായി ബബിത വീണ്ടും ചോദിച്ചു, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ നാടകം? അലീനയെ വെറുക്കുന്നു, എല്ലാവരുമായി വെറുപ്പിക്കുന്നു, അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആരെ കാണിക്കാനായിരുന്നു ഇതെല്ലാം? കൊള്ളാം, അവളും കൊള്ളാം, നിങ്ങളും കൊള്ളാം. എന്നിട്ടൊരു പുതിയൊരു നാടകം. ഒന്നും അറിയില്ല പോലും. ബബിതയ്ക്ക് മുമ്പിൽ ഒന്നും പറഞ്ഞു പോലും നിൽക്കാൻ കഴിയാതെ വൈജ വല്ലാതെ വിഷമിച്ചു. വൈജ വീണ്ടും ബബിതയോട് പറഞ്ഞു, നീ എന്നെ കേൾക്കാൻ ഒരല്പം സമയം എനിക്ക് തരാമോ? നിങ്ങൾക്ക് പറയാൻ ഞാൻ സമയം തന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചതും അത് തന്നെയാണല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ നാടകം കാട്ടിക്കൂട്ടിയതെന്ന് അത് മാത്രം ഒന്ന് പറയാമോ? ബബിതേ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. ഞാൻ അറിഞ്ഞത് അവളെ വന്ന് അയാൾ കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷമാണ്. അയാളോ? ഏതാളെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്? അന്ന് അവളെ വന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത് നീയും കണ്ടതല്ലേ? പിന്നെ എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്? ഓ, അപ്പം അയാൾ തന്നെയാണ് അവളുടെ അച്ഛൻ അല്ലേ? ബബിതയുടെ ചോദ്യം കേട്ട് വൈജ കുറച്ച് സമയം മിണ്ടാതെ തന്നെ നിന്നു. എനിക്കിനി നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് ചീത്തയാണ്. ആ വാക്ക് കേട്ടതും ബാലചന്ദ്രൻ ബബിതയെ പിടിച്ച് തൻ്റെ മുമ്പിലേക്കായി വലിച്ചു നിർത്തിയിട്ട് കവിളത്തേക്കായി ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ബബിത ആ അടി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബാലചന്ദ്രൻ ബബിതയോട് പറഞ്ഞു, നിർത്തടി, നിർത്താനാണ് നിന്നോട് പറഞ്ഞത്. നീ കുറേ സമയമായിട്ടുണ്ട് കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട്. വൈജയ്ക്ക് ആ പ്രവൃത്തി കണ്ട് വല്ലാത്ത അതിശയം തോന്നി. കാരണം താൻ ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണല്ലോ ബാലചന്ദ്രൻ ഇപ്പോൾ പ്രവർത്തിച്ചതെന്നാലോചിച്ച് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ തന്നെ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ബബിതയ്ക്ക് എല്ലാം കൊണ്ടും അരിശം പൂണ്ടു നിന്നു. ബബിതയുടെ ആ നിൽപ്പ് കണ്ട് വൈജയ്ക്കും തിരിച്ചൊന്നും പറയാൻ കഴിയാതെ തൻ്റെ റൂമിലേക്ക് പോയി വാതിലടച്ചു. ബബിത അവിടെ ഇരുന്ന് വല്ലാത്ത അരിശത്തോടുകൂടി ഓരോന്ന് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അലീന ആ വീട്ടിൽ വന്നതും
തൻ്റെ അങ്കിളും കസിൻസും എല്ലാവരും അവളെ വെറുത്തതും എല്ലാവരും കൂടി അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും താൻ അവൾക്ക് പോയിസൺ കൊടുത്തതും എല്ലാം ബബിത ഇപ്പോഴും അലീനയോട് വെറുപ്പ് തന്നെയാണ്. അവൾ തൻ്റെ അമ്മയുടെ മകളാണ് പോലും. തനിക്കത് തീരെ അംഗീകരിക്കാനേ കഴിയുന്നില്ല. തനിക്ക് സ്വയം എന്തെങ്കിലും ചെയ്ത് മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. കാരണം അവളെപ്പോലെ ഒരുത്തിയെ എങ്ങനെയാണ് ഞാൻ എൻ്റെ സഹോദരിയായി കാണേണ്ടത്? അമ്മയോടുള്ള വാശി തീർക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ അവളെ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നതെന്നായിരുന്നു ബബിത ഇത്രയും നാൾ ചിന്തിച്ചു വെച്ചിരുന്നത്. എന്നാൽ അച്ഛനല്ല, താൻ ഇത്രയധികം സ്നേഹിക്കുന്ന അമ്മയുടെ തന്നെ മകളാണെന്നറിഞ്ഞത് ബബിതയ്ക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഇതിൻ്റെ ബാക്കി കഥയുമായി ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.